സംഹാരിണീം ഈശ്വരീം എന്നുള്ള ദാരികന്റെ കഴുത്തറുത്ത ആ കൊടുങ്ങല്ലൂർ അമ്മയുള്ള അതിരൗദ്ര ആ ഭീമാകാരമായിട്ടുള്ള ഭീവത്സമായിട്ടുള്ള നാവ് പുറത്തേക്കിട്ടിട്ട് അത് അമ്മ അതിൽ നിന്ന് പറഞ്ഞ താഴേക്ക് ഊർന്നിറങ്ങി പറന്നു വന്നിട്ട് തന്റെ ഭക്തനാകുന്ന ഭരതൻ ആരാണ് കൊല്ലുന്നത് എന്ന് ചോദിച്ചിട്ട് ആ വെളിച്ചപ്പാടിന്റെ കയ്യിലെ വാളങ്ങോട്ട് തിരിച്ചു ഊരി വാങ്ങിച്ചിട്ട് ആ വെളിച്ചപ്പാടിന്റെ കഴുത്ത് അമ്മ വെട്ടിമുറിച്ചു എന്നാണ്. വെട്ടിമുറിച്ച സമയത്ത് ആ കഴുത്ത് ചിന്തി വെളിച്ചപ്പാടിന്റെ കഴുത്ത് ജഡം കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ആ പിടയ്ക്കുന്ന ജഡത്തിലെ തല പിടിച്ചിട്ട് അതിൽ നിന്ന് ആ അമ്മയുടെ ആ പാനപാത്രത്തിലേക്ക് ആ രക്തത്തിനെ ശേഖരിച്ചിട്ട് എപ്രകാരമാണോ ദാരികന്റെ ചോര കുടിച്ച് അതുപോലെ തന്നെ അമ്മ ആ രക്തത്തിനെ വലിച്ചു കുടിക്കാൻ തുടങ്ങി. അതിന് കൂട്ടുനിന്നിട്ടുള്ള ആ രാജാവ്, ഏതൊരു രാജാവാണോ അതിന് കൂട്ടുനിന്ന് മുൻകൈയെടുത്തത്, അദ്ദേഹത്തിന്റെ തലയിൽ അമ്മ മുറിച്ചെടുത്തു. അതും വലിച്ചു കുടിച്ചിട്ട് ആ ജ്യോതിഷം നോക്കുന്ന ജ്യോത്സ്യൻ അദ്ദേഹത്തിന്റെ തലയും വെട്ടിമുറിച്ച് അതിന് കൂട്ടുനിന്നിട്ടുള്ള സകല ദുഷ്ടന്മാരുടെ തലകളും അമ്മ അവിടെ അറുത്ത് മുറിച്ചിട്ട് അമ്മ അവരെയൊക്കെ അവിടെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് അത് അമ്മ ആനന്ദ നൃത്തമാടിയതാണ്. ശില കന്തുകരി ഇലയാന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അവരുടെ പന്തുകൾ, അവരുടെ ആ തലകളൊക്കെ പന്ത് തട്ടുന്ന പോലെ, നമ്മൾ പന്ത് തട്ടി കളിക്കുന്ന പോലെ അമ്മ ആ തലകള് വലിച്ചു കുടിച്ച തലകൾ ഇങ്ങനെ തട്ടി കളിച്ചിട്ട് തന്റെ പാർഷദമാരായുള്ള മറ്റു ദേവിമാർക്ക് എറിഞ്ഞു കൊടുത്തു എന്നാണ്. നിങ്ങളും കുടിച്ചോളൂ, ഞാൻ കുടിച്ചതിന്റെ ബാക്കി പ്രസാദം എന്ന് പറഞ്ഞ അവരൊക്കെ തല തട്ടി കളിച്ച് ചോര കുടിച്ചിട്ട് അതാ എല്ലാവരും അമ്മയെ നമസ്കരിക്കണോ. അമ്മ അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് പോയി അവിടെ ആകെ രക്തം നിറഞ്ഞ ചോരപ്പുഴ ഒഴുകി എന്നാണ് പറയുന്നത്. പക്ഷെ എന്തുണ്ടായി എന്ന് വെച്ചാൽ അമ്മ കുറെ നേരം ഭരതന്റെ മുമ്പിൽ നിന്ന് നോക്കി. എന്തിനാ നിന്നറിയോ? ഞാൻ വന്നു കഴിഞ്ഞാൽ സാധാരണ എന്നെ സ്തുതിക്കാറാണ് ആൾക്കാര്, അങ്ങനെയാണ് പതിവ്. പക്ഷെ ഭരതൻ അമ്മയെ നോക്കിയത് പോലും ഇല്ല എന്നാണ്. എന്താ കാരണം? അമ്മയെ നോക്കാതിരിക്കാൻ കാരണം വേണമെങ്കിൽ എന്നെ രക്ഷിച്ചോട്ടെ, എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് പരാതിയൊന്നും ഇല്ല, ഭേദബുദ്ധി ഒന്നുമില്ല, ശരീരത്തിൽ യാതൊരു അഭിമാനമില്ലാത്ത ഭരതനതാ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അത്ഭുതമാണ്. അതായത് തന്റെ കഴുത്തിൽ വെട്ടാൻ വന്ന വെളിച്ചപ്പാടിനെ അദ്ദേഹം കണ്ടിട്ടില്ല. അവര് ആ കളി ദേവി അവരുടെ കഴുത്തറുത്ത് ചോര കുടിച്ചത് അദ്ദേഹം അപ്പോഴും കണ്ടിട്ടില്ല. അതൊന്നും അദ്ദേഹത്തിന്